പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. എനിക്കിവിടെ ഇത്രയും വാഴപ്പിണ്ടിയാണ് കിട്ടിയിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം ഒരു സവാളയും കൂടി ഇതുപോലെ തന്നെ കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതേസമയം നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 കഷ്ണം ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെന്ത് വന്നിട്ടുള്ള വാഴപ്പിണ്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തേങ്ങയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയത്. അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണും വരേക്കും താങ്ക് യു.